ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് HSA നാച്ചുറൽ സയൻസിൽ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള ആനിമൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന കോഡേറ്റ്സിനെ കുറിച്ചാണ്. കോഡേറ്റ്സിൽ വരുന്ന ഏവ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ ഏവ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ പ്രധാനമായിട്ടും പക്ഷികളാണ് വരുന്നത്, അല്ലേ? ഏവ്സ് എന്ന് പറയുമ്പോൾ അതിൽ പക്ഷികളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്സ് പഠിക്കുമ്പോഴും നിങ്ങൾ ആ ഒരു കണ്ടന്റിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ PSC പരീക്ഷകളിൽ നിന്നും ഈ ഭാഗങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ പ്രത്യേകമായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ നമ്മുടെ HSA നാച്ചുറൽ സയൻസ് എക്സാമിൽ ഈ ഒരു ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വയ്യ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. പിന്നീട് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ ഏവ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏവ്സ് എന്ന് പറയുമ്പോൾ പക്ഷികളാണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖ ഓർണിത്തോളജി, അല്ലേ? പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖയെ നമുക്ക് എന്ത് പറയാം? ഓർണിത്തോളജി എന്ന് പറയാം. ദെൻ പക്ഷികളുടെ കൂടിനെ കുറിച്ചുള്ള പഠനം എന്തായിരുന്നു? കാലിയോളജി. ഓക്കെ, അപ്പോൾ പക്ഷികളെ കുറിച്ചുള്ള പഠനം നമുക്ക് ഓർണിത്തോളജി എന്ന് പറയാം. പക്ഷികളുടെ കൂടിനെ കുറിച്ചുള്ള പഠനത്തെ നമുക്ക് കാലിയോളജി എന്ന് പറയാം. ഓക്കെ, ദെൻ പക്ഷികളുടെ പൂർവികർ എന്ന് അറിയപ്പെടുന്നത്, പക്ഷികളുടെ പൂർവികർ എന്നറിയപ്പെടുന്നത് ആർക്കിയോപ്ടെറിക്സ് ആണ്. ഓക്കെ, ആർക്കിയോപ്ടെറിക്സ് ആണ് പക്ഷികളുടെ പൂർവികർ എന്ന് അറിയപ്പെടുന്നത്. മിക്കവയും പറക്കാൻ കഴിവുള്ളവയാണ്, നമുക്കറിയാം, അല്ലേ? പറക്കാനുള്ള കഴിവുണ്ട് ഇവർക്ക്. ബേർഡ്സിന് എന്തുണ്ട്? വിങ്സ് ഉണ്ട് എന്ന് നമുക്കറിയാം, അല്ലേ? പക്ഷേ ചില ബേർഡ്സിന് പറക്കാൻ കഴിയാത്ത ബേർഡ്സും ഉണ്ട്. ദെൻ ഒട്ടക പക്ഷിക്ക് പറക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. പക്ഷികളുടെ പൂർവികർ എന്നറിയപ്പെടുന്നത്, പക്ഷികളുടെ പൂർവികർ എന്നറിയപ്പെടുന്നത് ആർക്കിയോപ്ടെറിക്സ് ആണ്. ഓക്കെ, ആർക്കിയോപ്ടെറിക്സ് ആണ് പക്ഷികളുടെ പൂർവികർ എന്ന് അറിയപ്പെടുന്നത്. ദെൻ മിക്കവയും പറക്കാനുള്ള കഴിവുള്ള പക്ഷികളാണ്. എന്നാൽ ചില പക്ഷികൾ, ഒട്ടകപ്പക്ഷി പോലെയുള്ള ചില പക്ഷികൾക്ക് പറക്കാനുള്ള കഴിവില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കാം. മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പക്ഷികൾക്ക് എന്തുണ്ടായിരിക്കും? കൊക്ക് അഥവാ ബീക്ക് ഇവർക്ക് ഉണ്ടായിരിക്കും. ദെൻ അടുത്ത പോയിന്റ്, മുൻകാലുകൾ ചിറകുകളായിട്ടാണ് ഇവരിൽ രൂപാന്തരം പ്രാപിച്ചിട്ടുള്ളത്. അതായത് മുൻകാലുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോർ ലിംസ് ആർ മോഡിഫൈഡ് ആസ് വിങ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? പക്ഷികളിൽ മുൻകാലുകളാണ് ചിറകുകളായിട്ട് രൂപാന്തരം പ്രാപിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവരുടെ മുൻകാലുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർ ലിംസ് ആണ്, അല്ലേ? ഫോർ ലിംബുകളാണ് എന്തായിട്ട് മാറിയിട്ടുള്ളത്? ചിറകുകളായിട്ട് മാറിയിട്ടുള്ളത്. പിൻകാലുകളിൽ ശൽക്കങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ പിൻകാലുകളിൽ അഥവാ ഹൈൻഡ് ലിംസിൽ ശൽക്കങ്ങൾ കാണാൻ സാധിക്കുന്നു. മുട്ടയ്ക്ക് അടയിരിക്കുന്ന ഒരു ആൺപക്ഷിയുണ്ട്, അതിന്റെ പേരൊന്ന് ഓർത്ത് വെക്കുക, എമു. മുട്ടയ്ക്ക് അടയിരിക്കുന്ന ആൺപക്ഷിയാണ് എമു എന്ന് പറയുന്നത്. ദെൻ ഇവരുടെ ത്വക്കിന്റെ പ്രത്യേകത എന്താണ്? വരണ്ട രീതിയിലുള്ള ത്വക്കാണ്, സ്കിന്നാണ് ഇവർക്ക് ഉള്ളത്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നോക്കാം. മുൻപോട്ടും പിറകോട്ടും സഞ്ചരിക്കാൻ കഴിയുന്ന പക്ഷി, മുൻപോട്ടും അതുപോലെ പിറകോട്ടും സഞ്ചരിക്കാൻ കഴിവുള്ള പക്ഷിയാണ് ഹമ്മിങ് ബേർഡ്. ഓർത്തു വയ്ക്കുക, ഹമ്മിങ് ബേർഡിന് മുൻപോട്ടും അതുപോലെ പിറകോട്ടും സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. വാലിന്റെ അറ്റത്തായി കാണുന്ന ഒരു ത്വക്ക് ഗ്രന്ഥി നമുക്ക് പക്ഷികളിൽ ഉണ്ട്. അതിന് നമുക്ക് എന്ത് പറയാം? സ്നേഹഗ്രന്ഥി എന്ന് പറയാം. ഓക്കെ, പക്ഷികളുടെ വാലിന്റെ അറ്റത്തായിട്ട് എന്ത് കാണാൻ സാധിക്കുന്നു? സ്നേഹഗ്രന്ഥി കാണാൻ സാധിക്കുന്നു. ദെൻ പക്ഷികളുടെ ശബ്ദ അവയവം, സൈറിൻസ് ആണ്. ഓക്കെ, സൈറിൻസ് ആണ് പക്ഷികളുടെ ശബ്ദ അവയവം എന്ന് പറയുന്നത്. വായു അറകളുള്ള അസ്ഥികൂടമാണ് ഇവർക്ക് ഉള്ളത്. വായു അറകളുള്ള അസ്ഥികൂടത്തിനെ നമ്മൾ ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറയും, അല്ലെ? കാരണം എന്താ? ഇതൊരു പറക്കാനുള്ളവരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇതാണ് ബേർഡ്സിന്റെ ബോണിന്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിൽ എന്താണ്? ഒന്നുമില്ല, ഫ്രീ സ്പേസ് ആണ്. വായു അറകൾ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ എന്തായിരിക്കും? ഈ ബോൺസിന് തീരെ വെയിറ്റ് കുറവായിരിക്കും, ന്യൂമാറ്റിക് ബോൺസ് ആയിരിക്കും. ഇതൊരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും.
ഓക്കെ, അപ്പൊ പക്ഷികളുടെ ഈ ഒരു ബോൺസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വായു അറകളുള്ള ബോൺസ് ആണ്, അസ്ഥികളാണ് ഇവരിലുള്ളത്. ഇത് എന്ത് ചെയ്യുന്നു? പക്ഷികളുടെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നു, അല്ലെ? പറക്കാനുള്ള ഒരു അഡാപ്റ്റേഷൻ ആയിട്ട് നമുക്കിതിനെ പറയാൻ സാധിക്കും. ശരീര ഊഷ്മാവ് 41 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓർത്തു വെക്കുക, പക്ഷികളുടെ ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 41 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ ഹൃദയത്തിന് എത്ര അറകളുണ്ട് എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. ഓരോ ഓർഗാനിസത്തിന്റെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണമൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ പരീക്ഷയ്ക്ക്. അപ്പോൾ പക്ഷികളുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4 അറകളാണുള്ളത്. ഓക്കെ, പക്ഷികളുടെ ഹൃദയത്തിന് 4 അറകളാണുള്ളത്. ദെൻ ഇവരുടെ അന്നപദത്തിൽ ക്രോപ്പ്, ഗിസാർഡ് എന്നീ അറകളും കാണാൻ സാധിക്കുന്നു. ഇവരുടെ അന്നപദത്തിൽ, ഡയഗ്രത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇവരുടെ അന്നപദത്തിൽ ക്രോപ്പ് എന്ന് പറയുന്ന ഭാഗം കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഗിസാർഡ് എന്ന് പറയുന്ന ഭാഗവും ഇവരുടെ അന്നപദത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, ഇവര് ഉഷ്ണരക്ത ജീവികളാണ്. ഓക്കെ, ഉഷ്ണരക്ത ജീവികളാണ് പക്ഷികൾ എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും ചെറിയ പക്ഷി ഏതാണ്? ഹമ്മിങ് ബേർഡ് ആണ്. ഏറ്റവും ചെറിയ പക്ഷി ഹമ്മിങ് ബേർഡ് ആണ്. ദെൻ ഏറ്റവും വലിയ പക്ഷി ഏതായിരിക്കും? ഒട്ടകപ്പക്ഷിയാണ്. ഓക്കെ, ഏറ്റവും ചെറിയ പക്ഷി ഹമ്മിങ് ബേർഡ് ആണ്, ഏറ്റവും വലിയ പക്ഷി ഹമ്മിങ് ബേർഡ് ആണ്. അപ്പോൾ ഇത്തരം പോയിന്റ്സ് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഏത് ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കുക, എന്നിട്ട് നിങ്ങൾ അതിന്റെ കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് പോകുന്നതാണ് നമുക്ക് പഠിക്കാൻ ഒന്നുകൂടി ഈസി. ഓക്കെ, അപ്പൊ നമ്മുടെ HSA നാച്ചുറൽ സയൻസിന്റെ ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ചിട്ടയായ പഠനത്തിലൂടെ നമുക്ക് നമ്മുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ റിസൾട്ടുകളെല്ലാം തന്നെ നമുക്ക് അതിനുള്ള ഒരു തെളിവാണ്. ദെൻ നമുക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കണ്ണിനേക്കാൾ വലിപ്പം കുറഞ്ഞ മസ്തിഷ്കമുള്ള പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ഓക്കെ, ഒട്ടകപ്പക്ഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണിനേക്കാൾ വലിപ്പം കുറഞ്ഞ മസ്തിഷ്കമാണ്. ഇവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ ചെറിയ ബ്രെയിൻ ആണ്. ഒട്ടകപ്പക്ഷിയുടെ കണ്ണിനേക്കാളും ചെറിയ ബ്രെയിൻ ആണ് ഇവർക്ക് ഉള്ളത്. ദെൻ ചിരിക്കുന്ന പക്ഷി എന്നറിയപ്പെടുന്നത്, ചിരിക്കുന്ന പക്ഷി കുക്കബുറയാണ്. ഓക്കെ, കുക്കബുറ എന്നറിയപ്പെടുന്ന പക്ഷിയാണ് ചിരിക്കുന്ന പക്ഷി. ഇനി അടുത്തതായി നമുക്ക് ഒട്ടകപ്പക്ഷിയുടെയും അതുപോലെ മയിലിന്റെയും ശാസ്ത്രീയ നാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇതിൽ ഒട്ടകപ്പക്ഷിയുടെ ശാസ്ത്രീയ നാമം വരുന്നത് സ്ട്രുതിയോ കാമലസ് എന്നുള്ളതാണ്. ഓക്കെ, സ്ട്രുതിയോ കാമലസ് എന്നുള്ളതാണ് ഒട്ടകപ്പക്ഷിയുടെ ശാസ്ത്രീയ നാമം. അതുപോലെ തന്നെ നമ്മുടെ മയിലിന്റെ ശാസ്ത്രീയ നാമം, പീകോക്കിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് പാവോ ക്രിസ്റ്റാറ്റസ് ആണ്. ഓക്കെ, ദെൻ ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ളത് അടയിരിപ്പ് കാലത്തെക്കുറിച്ചാണ്. അതായത് വ്യത്യസ്ത പക്ഷികളുടെ എത്ര കാലമാണ് അവർ അടയിരിക്കുന്നത്, ആ ദിവസങ്ങളുടെ എണ്ണം ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കോഴികളിൽ 21 ദിവസമാണ് ഇവരുടെ അടയിരിപ്പ് കാലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് വിവിധ പക്ഷികളുടെ അടയിരിപ്പ് കാലത്തെക്കുറിച്ചാണ്. അപ്പൊ ഈ ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് തന്നെ നിങ്ങൾ പഠിച്ചു പോവാ. കോഴികളിൽ 21 ദിവസമാണ് കോഴികളുടെ അടയിരിപ്പ് കാലം എന്ന് പറയുന്നത്. എന്നാൽ അത് പ്രാവിലാവുമ്പോൾ 14 ദിവസമേ ഉള്ളൂ. ഓക്കെ, പ്രാവുകളിൽ 14 ദിവസമാണ് അടയിരിപ്പ് കാലം. ഇതേ ദിവസം തന്നെയാണ് കുരുവികളിലും വരുന്നത്. അപ്പൊ പ്രാവിലും കുരുവികളിലും 14 ദിവസമാണ് അടയിരിപ്പ് കാലം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പഠിക്കുക. നമ്മുടെ കോഴികളിൽ 21 ദിവസമാണ്, പ്രാവിലും കുരുവിയിലും 14 ദിവസമാണ് അടയിരിപ്പ് കാലം വരുന്നത്. ഒട്ടകപ്പക്ഷിയിൽ കുറച്ച് കൂടുതൽ ദിവസം വരുന്നുണ്ട്. 42 മുതൽ 45 ദിവസം വരെ ഒട്ടകപ്പക്ഷിയിൽ അടയിരിപ്പ് കാലം വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി അടുത്തത് പറക്കാൻ കഴിയാത്ത പക്ഷികൾ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഫ്ലൈറ്റ്ലെസ് ആയിട്ടുള്ള ബേർഡ്സ് ഉണ്ട്. എല്ലാ പക്ഷികൾക്കും പറക്കാൻ കഴിയില്ല. നമ്മൾ പക്ഷികളുടെ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ നമ്മൾ പറയുന്നു പക്ഷികൾക്ക് പറക്കാനുള്ള കഴിവുണ്ട്, ഫെദേഴ്സും വിങ്സും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ചില എക്സെപ്ഷണൽ കേസ് കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ പറക്കാൻ കഴിയാത്ത പക്ഷികൾ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് താഴെ കൊടുത്തിട്ടുള്ളതിൽ പറക്കാൻ കഴിയാത്ത പക്ഷി ഏത്, ആ രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് പറക്കാൻ കഴിയാത്ത പക്ഷികൾക്ക് ഉദാഹരണങ്ങളാണ് പെൻഗ്വിൻ, അതുപോലെ തന്നെ നമ്മുടെ ഒട്ടകപ്പക്ഷി, എമു, ദെൻ കസോവറി, കിവി. ഓക്കെ, കസോവറി അതുപോലെ കിവി. ഇത്രയും പക്ഷികൾക്ക് എന്തിനുള്ള കഴിവില്ല? ഇവർക്ക് പറക്കാനുള്ള കഴിവ്
ഇല്ല. ഓക്കെ, ദെൻ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷി, നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, ഏറ്റവും വലിയ പക്ഷി എന്ന് പറഞ്ഞാൽ ഒട്ടകപ്പക്ഷിയാണ് ഏറ്റവും വലിയ പക്ഷി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷി, രണ്ടാം സ്ഥാനം ആർക്കാണുള്ളത്? എമുവിനാണ് ഉള്ളത്. അപ്പൊ പക്ഷികളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തു വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് ഡോക്ടർ സലീം അലി അല്ലേ. അപ്പൊ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഇവിടെ ഈ ഭാഗങ്ങളിൽ കവർ ചെയ്ത് പോകണം. ഡോക്ടർ സലീം അലി, ഇതൊന്നും നമ്മുടെ ടോപ്പിക്സിൽ, നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ ഡോക്ടർ സലീം അലിയുടെ പ്രധാന പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ബേർഡ്സ് ഓഫ് കേരള, ബേർഡ്സ് ഓഫ് ഇന്ത്യ. ഓക്കെ, പഠിക്കാൻ ഈസി അല്ലേ? ഡോക്ടർ സലീം അലിയുടെ പ്രധാന പുസ്തകങ്ങളാണ് ബേർഡ്സ് ഓഫ് കേരള, അതുപോലെ ബേർഡ്സ് ഓഫ് ഇന്ത്യ. ഓക്കെ, ദെൻ ഇനി അടുത്തതായിട്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. ഇപ്പൊ പക്ഷികളെ കുറിച്ച് പഠിക്കുമ്പോൾ സാലിയൻ ഫീച്ചേഴ്സും എക്സാമ്പിൾസും മാത്രം പോരാ അല്ലേ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ദിനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്, അതൊക്കെ പഠിക്കണം. അപ്പോൾ ഇവിടെ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം വരുന്നത് നവംബർ 12 ഓക്കെ, നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. സലീം അലിയുടെ ആത്മകഥ. അപ്പൊ സലീം അലി 2 ബുക്സ് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലെ, ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. ഒരു കുരുവിയുടെ പതനം എന്നുള്ളത് ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ്. ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ പക്ഷി ഇനങ്ങൾ കാണപ്പെടുന്ന മേഖല. ഏറ്റവും കൂടുതൽ പക്ഷി ഇനങ്ങൾ കാണപ്പെടുന്ന മേഖല. ഇപ്പൊ നമുക്കറിയാം പക്ഷികൾ എന്ന് പറയുമ്പോൾ ഏകദേശം 9000 എബോ സ്പീഷ്യസ് ആയിട്ടുള്ള ബേർഡ്സ് ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പക്ഷികൾ കാണപ്പെടുന്ന മേഖലയാണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് പക്ഷികൾ കാണപ്പെടുന്നു. പക്ഷികളിൽ ഏറ്റവും പ്രവർത്തനക്ഷമമായ ഇന്ദ്രിയം ഏതാണ്? ഏതാണ്? കണ്ണുകളാണ്. പക്ഷികളുടെ കണ്ണുകളാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തനക്ഷമമായിട്ടുള്ള ഇന്ദ്രിയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ പക്ഷി ഇനങ്ങൾ കാണപ്പെടുന്ന മേഖല ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ്. പക്ഷികളുടെ ഇന്ദ്രിയങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പ്രവർത്തനക്ഷമമായിട്ടുള്ള ഇന്ദ്രിയം എന്ന് പറയുന്നത് ഏതാണ്? കണ്ണാണ്. ഓക്കെ, ദെൻ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള പക്ഷി ഏതാണ്? ഒട്ടകപ്പക്ഷിയാണ്. ഒട്ടകപ്പക്ഷിക്കാണ് പക്ഷികളിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത്. ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന പക്ഷിയും ഏത് തന്നെയാണ്? നമ്മുടെ ഒട്ടകപ്പക്ഷി തന്നെയാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന പക്ഷി. ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷിയാണ്, ദെൻ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള പക്ഷി ഒട്ടകപ്പക്ഷിയാണ്, ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന പക്ഷി ഒട്ടകപ്പക്ഷിയാണ്, ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി എന്ന് പറയുന്നത് ആൽബട്രോസ് ആണ്. ഓക്കെ, ആൽബട്രോസ് എന്ന് പറയുന്ന പക്ഷിയാണ്. ദെൻ ബ്ലൂട്വിറ്റ് എന്ന് പറയുന്ന പക്ഷികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്ലൂട്വിറ്റ്, ഈ പക്ഷികൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള പക്ഷികൾ. ഓക്കെ, പക്ഷികളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത് ബ്ലൂട്വിറ്റ് എന്ന് പറയുന്ന പക്ഷികൾക്കാണ്. കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ കഴിവുള്ള പക്ഷികളാണ് മൂങ്ങ. കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ കഴിവുള്ള പക്ഷികളാണ് മൂങ്ങ എന്ന് പറയുന്ന പക്ഷി. ഓക്കെ, ദെൻ ഏറ്റവും കൂടുതൽ ശ്രവണ ശക്തിയുള്ള പക്ഷി ആരാണ്? മൂങ്ങ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കഴുത്ത് കംപ്ലീറ്റ് ആയിട്ട് വൃത്തത്തിൽ തിരിക്കാൻ കഴിവുള്ള പക്ഷിയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രവണശക്തിയുള്ള കേൾവിശക്തിയുള്ള പക്ഷിയും ഏതാണ്? മൂങ്ങയാണ്. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഴുകനാണ്. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഴുകനാണ്. ദെൻ ഏറ്റവും വേഗത്തിൽ ചെരിഞ്ഞ് പറക്കുന്ന പക്ഷി. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷിയുണ്ട്, ഏറ്റവും വേഗത്തിൽ ചെരിഞ്ഞ് പറക്കുന്ന പക്ഷി. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൃത്യമായി തന്നെ നോക്കി ആൻസർ ചെയ്യുക. ചെരിഞ്ഞ് പറക്കുന്നതാണ് കേട്ടോ. ഏറ്റവും വേഗത്തിൽ ചെരിഞ്ഞ് പറക്കുന്ന പക്ഷി ഫാൽക്കൺ. ഓക്കെ, ഫാൽക്കണുകളാണ് ഏറ്റവും വേഗത്തിൽ ചെരിഞ്ഞ് പറക്കുന്ന പക്ഷികൾ. ഓക്കെ, ദെൻ വർഷത്തിൽ ഒരു മുട്ട മാത്രം ഇടുന്ന പക്ഷിയാണ് എംപറർ പെൻഗ്വിൻ എന്ന് പറയുന്നത്. എംപറർ പെൻഗ്വിൻ വർഷത്തിൽ ഒരൊറ്റ മുട്ട മാത്രമേ ഇവര് ഇടാറുള്ളൂ. കാൽപാദത്തിൽ വെച്ച് മുട്ട വിരിയിക്കുന്ന പക്ഷികളാണ് പെൻഗ്വിൻ. ഓക്കെ, കാൽപാദത്തിൽ വെച്ചിട്ട് മുട്ട വിരിയിക്കുന്ന പക്ഷികളാണ് പെൻഗ്വിൻ എന്ന് പറയുന്നത്. നിവർന്ന് നടക്കാൻ കഴിവുള്ള പക്ഷി.
നമുക്കറിയാം അല്ലെ, പെൻഗ്വിൻ ആണ്, നിവർന്ന് നടക്കാൻ കഴിവുള്ള പക്ഷിയാണ് പെൻഗ്വിനുകൾ എന്ന് പറയുന്നത്. പെൻഗ്വിന്റെ വാസസ്ഥലം അറിയപ്പെടുന്നത്, പെൻഗ്വിന്റെ വാസസ്ഥലം റൂക്കറി എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? റൂക്കറി. നിവർന്ന് നടക്കാൻ കഴിവുള്ള പക്ഷിയാണ് പെൻഗ്വിനുകൾ. ഇവരുടെ വാസസ്ഥലത്തെ നമുക്ക് എന്ത് പറയാം? റൂക്കറി എന്ന് പറയാം. പെൻഗ്വിൻ കൂടുതലായി കാണപ്പെടുന്നത് അന്റാർട്ടിക്ക റീജിയൻസിലാണ്. അപ്പോൾ പെൻഗ്വിനെ കുറിച്ച് ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കണം. പെൻഗ്വിൻ നിവർന്ന് നടക്കാൻ കഴിവുള്ള പക്ഷിയാണ്. അതുപോലെ തന്നെ ഇവരുടെ വാസസ്ഥലം റൂക്കറി എന്നറിയപ്പെടുന്നു. പെൻഗ്വിൻ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? അന്റാർട്ടിക്ക ഭാഗങ്ങളിലാണ് നമുക്ക് ഇവരെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിൽ കാണുന്ന പക്ഷികളിൽ ഏറ്റവും വലുതാണ് സാരസ് കൊക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ കാണുന്ന പക്ഷി, ഇന്ത്യ മാത്രം എടുത്തിട്ട് ഇന്ത്യയിൽ കാണുന്ന പക്ഷികളിൽ ഏറ്റവും വലുത് ഏതാണ്? സാരസ് കൊക്കുകളാണ്. കോഴിമുട്ട കൃത്യമായി വിരിയിക്കുന്ന ഊഷ്മാവ്, കോഴിമുട്ട കൃത്യമായി വിരിയിക്കുന്ന ഊഷ്മാവാണ് 37.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. 37.5 ഡിഗ്രി സെൽഷ്യസ്. ജപ്പാനീസ് ക്വെയിൽ എന്നറിയപ്പെടുന്ന പക്ഷിയാണ് കാടപ്പക്ഷി. ജപ്പാനീസ് ക്വെയിൽ എന്നറിയപ്പെടുന്ന പക്ഷിയാണ് കാടപ്പക്ഷി. ദെൻ പക്ഷിവർഗത്തിലെ പോലീസ് എന്നറിയപ്പെടുന്നത് കാക്കത്തമ്പുരാട്ടിയാണ്. ഓക്കെ, പക്ഷിവർഗത്തിലെ പോലീസ് എന്നറിയപ്പെടുന്നത് കാക്കത്തമ്പുരാട്ടിയാണ്. തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏതാണ്? പൊന്മാനാണ്. പൊന്മാൻ തേനീച്ച കൂട്ടിലാണ് മുട്ടയിടുന്നത്. ദെൻ ഡോഡോ പക്ഷിയുടെ വംശനാശത്തിന്റെ ഫലമായി ഒരു വൃക്ഷം കൂടി എന്തായിട്ടുണ്ട്? വംശനാശം സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു വൃക്ഷത്തിന്റെ പേര് ഓർത്ത് വെക്കുക, കാലിഫോർണിയ മേജർ. ഓക്കെ, ഡോഡോ പക്ഷി ഇല്ലാതായതോടൊപ്പം ഒരു വൃക്ഷം കൂടി ഇല്ലാതായിട്ടുണ്ട്. ആ വൃക്ഷത്തിന്റെ പേരാണ് കാലിഫോർണിയ മേജർ. അതിന്റെ കാരണം എന്താണെന്നറിയോ? അതായത് ഈ ഒരു ഡോഡോ പക്ഷിയുടെ അന്നപഥത്തിലൂടെ പാസ് ചെയ്തു പോയെങ്കിൽ മാത്രമേ ഈ ഒരു കാലിഫോർണിയ മേജർ എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ വിത്തുകൾ മുളയ്ക്കുള്ളൂ. ഓക്കെ, അതായത് ഒരിക്കൽ കൂടി പറയാം, കാലിഫോർണിയ മേജർ എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ വിത്തുകൾ മുളയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ വിത്ത് ഡോഡോ പക്ഷിയുടെ അന്നപഥത്തിലൂടെ പാസ് ചെയ്ത് പോകണം. ഓക്കെ, എന്നിട്ട് അവരത് പുറമേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടാണ് ഈ വിത്ത് മുളയ്ക്കുള്ളൂ. അപ്പൊ ഈ പക്ഷികൾ ഇല്ലാതായതോടുകൂടി വിത്തും മുളയ്ക്കാതെ ആയി. അങ്ങനെയാണ് ഈ കാലിഫോർണിയ മേജർ എന്നുള്ള വൃക്ഷം എന്തായത്? വംശനാശം സംഭവിച്ചത്. ഓക്കെ, ദെൻ പോപ്പ് ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി. പോപ്പ് ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്നറിയപ്പെടുന്നത് A.O. ഹ്യൂം ആണ്. പോപ്പ് ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി ആരാണ്? A.O. ഹ്യൂം ആണ്. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സലിം അലി അല്ലെ, ഡോക്ടർ സലിം അലിയാണ് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഓർത്ത് വെക്കാൻ മാറിപ്പോരുത്. പോപ്പ് ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി, ഓർണിത്തോളജി എന്ന് കേൾക്കുമ്പോൾ സലിം അലിയാണ് നമ്മുടെ മനസ്സിലേക്ക് വേഗം വരിക അല്ലെ. അപ്പൊ ഇവിടെ മാറിപ്പോരുത്. പോപ്പ് ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്ന് പറയുമ്പോൾ A.O. ഹ്യൂം ആണ്. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സലിം അലിയാണ്. ദെൻ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് പിന്നിൽ പ്രവർത്തിച്ച പക്ഷി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ സലിം അലി. ഓക്കെ, നമുക്കറിയാം അല്ലെ, തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ഡോക്ടർ സലിം അലി. ഏറ്റവും വലിയ തൂവലുള്ള പക്ഷിയാണ് ഫിനിക്സ് ഫൗൾ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും വലിയ തൂവലുള്ള പക്ഷി ഏതാണ്? ഫിനിക്സ് ഫൗൾ എന്ന് പറയുന്ന പക്ഷിയാണ്. ദെൻ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ വരുന്ന എയ്ഡ്സിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും ഫോളോ ചെയ്യുക. ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക്